ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അതിനായി നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 hours മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം കൂടി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന റൈസ് കൈമ റൈസാണ്. ബാക്കിയുള്ള റൈസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി അതിനകത്തേക്ക് ചേർക്കാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നമ്മൾ എത്രയാണോ അരിയുടെ അളവെടുത്ത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളത്തിൻ്റെ അളവ് ചേർക്കേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനായുള്ള എണ്ണ ചേർത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ഓരോന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ഒനിയൻ ആഡ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് പച്ചമുളകും കീറിയിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഗരം മസാലയൊന്നും പാക്കറ്റ് പൗഡർ മേടിക്കണമെന്നില്ല. എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഒന്ന് കയറി നോക്കിക്കോളൂ. ഇനി നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ്ചറിലേക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ കൂടി ഇട്ട് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സ്ചറിലേക്ക് അല്പം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കുകയാണ്. അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം കേടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം കുക്കായി വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ ഓരോ ലെയറായിട്ടിട്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു ലെയർ നന്നായിട്ട് റൈസ് ഒഴിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നല്ല ഓറഞ്ച് കളറിൽ ഫ്രൈ ചെയ്തെടുത്ത ഒനിയനും മല്ലിയിലയും കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ടൊന്ന് ലെയർ ചെയ്യണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ലെയർ റൈസ് അതിൻ്റെ മുകളിലിട്ട് ഫില്ല് ചെയ്യണം. വീണ്ടും ഒരു റൗണ്ടും കൂടി നമ്മൾ മല്ലിയിലയും ഒനിയനും കാഷ്നട്ടും കിസ്മിസൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. സോ ഇനി ഒരു ഫൈനൽ ടച്ചപ്പായിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ തൂവി കൊടുക്കുകയാണ്, ഒരു കളറൊക്കെ കിട്ടാനായിട്ട്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതാണ് ഫൈനൽ ഡിഷ് വരുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
So thank you for watching my video until now.